നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി ഖാദി വസ്ത്രങ്ങൾ വിപണിയിലെത്തിച്ച് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്. മെയ് മാസത്തിൽ 30% വിലക്കുറവിൽ ഖാദി തുണിത്തരങ്ങൾ ലഭ്യമാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായ മെഡിസെപ്പ് പദ്ധതി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനി. തൊടുപുഴ നഗരസഭ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. വെങ്ങല്ലൂർ ഷാപ്പുംപടിയിൽ വെച്ച് നടന്ന ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ അടിമാലി മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. 2.5 മാസമായി തുടരുന്ന പ്രതിസന്ധിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ വാർഡ് തല ശുചീകരണ പ്രവർത്തനം നടന്നു. കരിമ്പൻ ടൗണിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി ഖാദി വസ്ത്രങ്ങൾ വിപണിയിലെത്തിച്ച് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്. ഇടുക്കി ജില്ലയിൽ 3 വിപണന കേന്ദ്രങ്ങളാണുള്ളത്. തൊടുപുഴയിൽ മാതാ ഷോപ്പിംഗ് ആർക്കേഡിലും കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലും കട്ടപ്പനയിൽ വിമല സിൽക്സിന് എതിർവശവുമാണ് ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് മാസത്തിൽ 30% വിലക്കുറവിൽ ഖാദി തുണിത്തരങ്ങൾ ലഭ്യമാണ്. വർദ്ധിച്ചു വരുന്ന ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ വിവിധ ഉൽപ്പന്ന കേന്ദ്രങ്ങൾ വഴി നിർമ്മിച്ചു വരുന്ന ഖാദി വസ്ത്രങ്ങൾ വളരെ ഫലപ്രദമാണ്. ഈ ചൂടുകാലത്ത് ശരീരത്തിന് കുളിർമയേകുന്ന ഖാദി വസ്ത്രങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഖാദി ബോർഡിന്റെ ലക്ഷ്യം. അതിനാൽ വേനൽക്കാല വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖാദി ധരിക്കൂ കൂളാകൂ, ഖാദി ധരിക്കൂ ചൂടിനെ പ്രതിരോധിക്കൂ എന്നുള്ള ഖാദി ബോർഡിന്റെ സ്ലോഗൻ തികച്ചും അർത്ഥവത്താണ്. രാസവസ്തുക്കളുടെ ഉപയോഗമില്ലാത്തതിനാൽ ചർമ്മരോഗങ്ങളെ അകറ്റി നിർത്തുന്നു. പുതിയ കാലത്തെയും പുതിയ തലമുറയെയും ലക്ഷ്യമിട്ട് വൈവിധ്യപൂർണവും ആധുനിക രീതിയിലുള്ളതുമായ വസ്ത്രവിപണനമാണ് ഖാദി ബോർഡ് ഈ വർഷം ലക്ഷ്യം വയ്ക്കുന്നത്. മെയ് മാസത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്രങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് ഖാദി ബോർഡിന്റെ വേനൽക്കാല സെയിൽസ് ക്യാമ്പയിൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഖാദി ബോർഡിന്റെയും ഖാദി വസ്ത്രങ്ങളുടെയും ഒരു പ്രാധാന്യം വളരെയധികം എടുത്തു പറയേണ്ട ഒന്നാണ്. ശുദ്ധമായ ഖാദി വസ്ത്രം എപ്പോഴും ലഭ്യമാകുന്നത് ഖാദി ബോർഡ് വഴിയാണ്. അതായത് പരുത്തി വസ്ത്രങ്ങൾ മറ്റു മായങ്ങളോ അല്ലെങ്കിൽ കൃത്രിമമായ കളറുകളോ കൃത്രിമമായ നാരുകളോ ഒന്നും ഉപയോഗിക്കാതെ തൊഴിലാളികൾ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ നൂറ്റ് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് ഖാദി. ഈ വസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ നൂലിൻ്റെ ഇഴ അകലം കാരണം, ആ ഇഴയുടെ പ്രത്യേകതകൾ കാരണം വായുസഞ്ചാരം നല്ല രീതിയിൽ നടക്കുകയും അതുപോലെ തന്നെ നമുക്ക് വിയർപ്പിനെ അതിന് പരമാവധി അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയും ചർമ്മത്തിന് വളരെയധികം ഒരു കുളിർമ നൽകുന്നതുമായ ഒരു വസ്ത്രമാണ് ഖാദി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഖാദി ബോർഡിൻ്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ ഖാദി ധരിക്കൂ കൂളാകൂ എന്നുള്ളതാണ്. ഈ ഒരു ചൂട് കാലത്ത് ഖാദിയുടെ ഒരു സ്ലോഗനായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ ഇടുക്കി ജില്ലയിൽ 3 വിപണന കേന്ദ്രങ്ങളാണ് ഉള്ളത്. തൊടുപുഴയിൽ മാതാ ഷോപ്പിംഗ് ആർക്കേഡിലും കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലും കട്ടപ്പനയിൽ വിമല സിൽക്സിന് എതിർവശവും ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങൾ പ്രവർത്തിക്കുന്നു. മെയ് മാസത്തിൽ 30% വിലക്കുറവിൽ ഖാദി തുണിത്തരങ്ങൾ ഈ ഷോറൂമുകളിൽ ലഭ്യമാണ്. ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം മുഴുവൻ 30% റിബേറ്റിൽ ഖാദി തുണിത്തരങ്ങൾ വിൽക്കുന്നത്. ഈ ഖാദി വസ്ത്രം എന്ന് കേൾക്കുമ്പോൾ പഴയ വെളുത്ത മുണ്ടും ഷർട്ടും എല്ലാം ജുബയൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ ആധുനിക പുതുതലമുറയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. തന്നെ നേഴ്സസ് കോട്ടുകൾ, ഡോക്ടേഴ്സ് കോട്ടുകൾ, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള യൂണിഫോം, ഇതെല്ലാം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ചൂടുകാലത്ത് ഏറെ ഫലപ്രദമായ വസ്ത്രങ്ങളാണ്. അതിൻ്റെ പ്രചാരം പരമാവധി ഉണ്ടാകണം എന്നാണ് ഖാദി ബോർഡ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മെമ്പർ KS രമേശ് ബാബു, പ്രോജക്ട് ഓഫീസർ ഷീനാമോൾ ജേക്കബ്, സിൽവി ജോസ്, ജിഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായ
മെഡിസെപ്പ് പദ്ധതി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ. മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക, സോഫ്റ്റ്വെയറിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായ മെഡിസെപ്പ് പദ്ധതി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ അഭിപ്രായപ്പെട്ടു. മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക, സോഫ്റ്റ്വെയറിലെ അപാകതകൾ പരിഹരിക്കുക, ഡിസ്ചാർജിനൊപ്പം ക്ലെയിം അനുവദിക്കുക, ക്ലെയിം വൈകിയാൽ നഷ്ടപരിഹാരം നൽകുക, മെഡിസെപ്പ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന് ഏൽപ്പിക്കുക, പരാതി പരിഹാര സെല്ലുകളിൽ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉപയോഗിച്ച് ചികിത്സാ ചെലവുകൾ സർക്കാർ നിയന്ത്രിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പൂർണ്ണമായും നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായി, ഏറ്റവും സുതാര്യമായി അവരുടെ ചികിത്സാ ചിലവുകൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തി എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് 2022 അതുവരെ ഉണ്ടായിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സിസ്റ്റത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു മെഡിസെപ്പ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ വിളംബരം ചെയ്തുകൊണ്ട്, ആസൂത്രണം ചെയ്തുകൊണ്ട് ആരംഭിക്കപ്പെട്ട ആ പദ്ധതിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ജോയിന്റ് കൗൺസിലാണ് ഏറ്റവും അധികം അഭിമാന ബോധത്തോടു കൂടി തന്നെ ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയത് എന്ന് നമുക്കറിയാം. കാരണം 80കളിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ ജീവനക്കാരുടെ മേഖലയിലെ ഒരു ആവശ്യമായിരുന്നു ജീവനക്കാരുടെ ചികിത്സ സൗജന്യമായി കൊടുക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ ജീവനക്കാർക്കായി നൽകണമെന്നുള്ള ആവശ്യം. അതിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് MNBG അടിയോടി എന്നാണ്. അങ്ങനെ അടിയോടി സാർ നേതൃത്വത്തിൽ ജോയിന്റ് കൗൺസിൽ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന തരത്തിൽ ജീവനക്കാർക്ക് സൗജന്യമായ ഒരു ചികിത്സാ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന് ഗവൺമെന്റ് തലത്തിൽ പോലും ചിന്താഗതിയിലേക്ക് വന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ വിവിധങ്ങളായ ഇടപെടലിന്റെ അവസാനത്തിലാണ് 2022 അത്തരത്തിൽ മെഡിസെപ്പ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് തീരുമാനം വന്നത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് VK ജിൻസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, ആൻസ് ജോൺ, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി കളക്ടറേറ്റിന് മുമ്പിൽ നടന്ന പ്രകടനത്തിന് CG അജീഷ, NK സജൻ, മുഹമ്മദ് നിസാർ, KA രതീഷ്, അനൂപ് TS എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരസഭ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. വെങ്ങല്ലൂർ ഷാപ്പുംപടിയിൽ വെച്ച് നടന്ന ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചത്. തൊടുപുഴ നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. വെങ്ങല്ലൂർ ഷാപ്പുംപടിയിലാണ് ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. കാലവർഷത്തിന് മുൻപ് തന്നെ നഗരപരിധിയിലുള്ള എല്ലാ കാനകളും നീർച്ചാലുകളും കൈത്തോടുകളും വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കുകയും വെള്ളക്കെട്ട് പൂർണ്ണമായും ഇല്ലാതാക്കി പകർച്ചവ്യാധി ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് തൊടുപുഴ ജില്ലാ ആശുപത്രിയും നഗരസഭയും സംയുക്തമായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുവാനാണ് ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. മഴയ്ക്ക് മുൻപും മഴക്കാലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിലേക്കുള്ള പരിഹാര നടപടികളും വിവിധ സർക്കാർ വകുപ്പുകൾ ചെയ്യേണ്ടത് അതാത് വകുപ്പുകൾ നഗരസഭയുമായി കൈകോർത്തുകൊണ്ട് സമയബന്ധിതമായി ചെയ്യണമെന്നും ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാൻ ദീപക് കെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമൈദ സയ്യിദ് മുഹമ്മദ്, മേഴ്സി സെബാസ്റ്റ്യൻ, റംസിയ നിയാസ്, സുധാകരൻ നായർ, കൗൺസിലർമാരായ അജി ആർ, രാജേശ്വരി, ആതിര ജോഷി, ലിറ്റി ജോസഫ്, ഷിംനാസ്, TM ബഷീർ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ്, നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, തൊടുപുഴ ജില്ലാ ആശുപത്രി പ്രതിനിധികൾ, വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ, നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. യന്ത്രസഹായത്താൽ കാനയിൽ നിന്നും മണ്ണും ചെളിയും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുകയും റോഡ് വശങ്ങളിൽ കൂടിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക്, പേപ്പർ, മറ്റു മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ വിഭാഗം തൊഴിലാളികളും ചേർന്ന് വേർതിരിച്ച് നീക്കം ചെയ്തു. നഗരസഭയിലെ 38 വാർഡുകളിലും അതാത് വാർഡ് കൗൺസിലർമാരുടെ മേൽനോട്ടത്തിൽ നടക്കും.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംയുക്ത സമരസമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹർത്താലിന്റെ ഭാഗമായി കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. KPMS താലൂക്ക് ചെയർമാൻ ശശി കുഞ്ഞുമോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംയുക്ത സമരസമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹർത്താലിന്റെ ഭാഗമായി കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നിതിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത KPMS താലൂക്ക് ചെയർമാൻ ശശി കുഞ്ഞുമോൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലെ കേരളത്തിലെമ്പാടുമുള്ള സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയും ഒരു സമരം നടത്തുന്നത്. ഈ വൈകിയ വേളയിൽ എനിക്ക് മുന്നേ സംസാരിച്ച മുഴുവനെല്ലാവരും തന്നെ ഇത്തരത്തില് ഇതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇതിന്റെ കാരണകാര്യം സംസാരിച്ചുള്ളത് കൊണ്ട് ഈ കാലാവസ്ഥ മോശമായിട്ടുള്ള സാഹചര്യത്തില് നേതൃത്വത്തിൽ സംസാരിക്കുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചിരുന്നു. താലൂക്ക് കൺവീനർ AT ലൈജു അധ്യക്ഷനായി. മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർ റാം, അധ്യാപിക സംഗീത നമ്പ്യാർ ഉൾപ്പെടെ നിതിനെ കൂട്ടവിചാരണ നടത്തിയ പ്രിൻസിപ്പൽ അടക്കം മുഴുവൻ ജീവനക്കാരെയും പട്ടികജാതി പട്ടികവർഗ പീഡന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി കേസെടുത്ത് ജയിലിൽ അടയ്ക്കണമെന്നും കോളേജ് മാനേജ്മെന്റ് നടത്തിയ റവന്യൂ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ച ലാൻഡ് റവന്യൂ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കോളേജ് അടക്കം സർക്കാർ ഭൂമി കണ്ടുകെട്ടണമെന്നും KVMS താലൂക്ക് പ്രസിഡന്റ് KS ഗോപിനാഥൻ പറഞ്ഞു. റിസ്വാൻ കോയ, KC അയ്യപ്പൻ, PK നാരായണൻ, രാഹുൽ തങ്കപ്പൻ, MC അയ്യപ്പൻ, വിജിത് വിജയൻ, അരുൺ അയ്യപ്പൻ, TA കൃഷ്ണൻകുട്ടി, PK ബിജു, CK കുമാരൻ, ഹരികൃഷ്ണൻ, തങ്കക്കുഞ്ഞ്, അമ്മണി കുട്ടപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ജില്ലയിലെ അടിമാലി മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. 2.5 മാസമായി തുടരുന്ന പ്രതിസന്ധിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ബുക്കിംഗ് നടത്തിയാലും സിലിണ്ടർ ലഭിക്കാത്തതും കരിഞ്ചന്തയിൽ അമിത വിലയ്ക്ക് വിതരണം ചെയ്യുന്നതും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടതോടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് നടത്താനിരുന്ന സമരപരിപാടികൾ താൽക്കാലികമായി മാറ്റിവെച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലും ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും ഗ്യാസ് വിതരണം പൂർണ്ണമായും നിലച്ച മട്ടാണ്. അടിമാലി, പള്ളിവാസൽ, ബൈസൺ വാലി, കൊന്നത്തടി, മാങ്കുളം, ഉടുമ്പൻചോല തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 40 കിലോമീറ്റർ വരെ ദൂരത്തു നിന്നും ടാക്സി വിളിച്ചാണ് പലരും അടിമാലിയിലെ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്യാസ് ഏജൻസികൾക്ക് മുൻപിൽ കാത്തുനിന്നാലും പലർക്കും സിലിണ്ടർ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. ഓരോരോ ഗുണഭോക്താക്കളുടെ മൊബൈലിൻ്റെ അകത്തേക്ക് OTP നമ്പർ വരികയും അതിനനുസരിച്ച് ഡെലിവേർഡായി എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതാത് പ്രദേശങ്ങളിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടിമാലിലുള്ള ഒരു ഓഫീസിൽ ചെന്നാൽ അവിടെ ലഭിക്കുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിന്ന് കഴിയുമ്പോൾ 4 മണിയായി കഴിയുമ്പോൾ അവർ പറയും കുറ്റി ലഭ്യമല്ലെന്ന് പറയും. 1400-ലധികം ഉറുപ്പിക വേണം ഏകദേശം കാര്യത്തോട്, പള്ളിവാ, അതുപോലെ തന്നെ മുട്ടുമുച്ചോല്, കൊന്നത്തടി, തിങ്കൾക്കാട്, ചുരുളി, മല്ലാങ്കുടി, അതുപോലെ മുതിരപ്പുഴ, ബൈശവാളിൻ്റെ മേഖലകൾ, പള്ളിവാസൽ തുടങ്ങിയ മേഖലകളിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഇതിനുവേണ്ടി പരാതി ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ, ഇടുക്കി സപ്ലൈ ഓഫീസർ, ജില്ലാ സപ്ലൈ ഓഫീസർ എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ട് യാതൊരു പരിഹാരമില്ല എന്ന് മാത്രമല്ല, ഓപ്പൺ മാർക്കറ്റിൽ 2400-ലധികം രൂപയ്ക്ക് കിട്ടാനുമുണ്ട്. ആളുകളോട് വളരെ ധിക്കാരമായിട്ടും മോശമായിട്ടും നീചമായിട്ടുമാണ് ഇവർ ഇടപെടുന്നത്. വിതരണത്തിലെ ക്രമക്കേടുകൾക്കെതിരെയും കടുത്ത ആരോപണമാണ് ഉയർന്നത്. സാധാരണ 1000 രൂപയോളമുള്ള സിലിണ്ടറിന് കരിഞ്ചന്തയിൽ 2500 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ലഭിക്കുന്നതിന് മുൻപേ ഡെലിവറി പൂർത്തിയായി എന്ന മെസ്സേജ് ഫോണുകളിൽ എത്തുന്നതായും പരാതിയുണ്ട്. കല്ലാർ, കുരിശുപാറ തുടങ്ങിയ ഇടങ്ങളിൽ നെറ്റ്വർക്ക് പ്രശ്നം മൂലം OTP ലഭിക്കാത്തതും വിതരണക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള തർക്കത്തിന് കാരണമാകുന്നു. പ്രശ്നത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് പരാതി അവതരിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിനിധി സംഘം കളക്ടറെ കണ്ടത്. പണിക്കൻകുടി, കൊന്നത്തടി അടക്കമുള്ള പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് 1000-700 ഓട്ടോറിക്ഷ മുടക്കി ഗ്യാസിന് വരുമ്പോൾ ഗ്യാസ് ഇല്ല, അത് തീർത്തു കഴിഞ്ഞു അല്ലേ എന്നുള്ള മുക്തിന്യായം പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി വിടുകയാണ് പതിവ്. ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറുടെങ്കിലും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ ഞങ്ങൾ ഈ പരാതി നേരത്തെ ഉന്നയിച്ചതാണ്. പക്ഷേ അതെല്ലാം ഈ ഇവരുടെ ഏജൻസികളുമായുള്ള ഒരു കള്ളക്കളിയുടെ ഭാഗമായി അവർ ആ പരാതികൾ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്.
നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ജില്ലാ സപ്ലൈ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളത്. അവരുടെ പേരിൽ കാരണം ഇവരുമായി ഓരോ വീട്ടിലേക്കുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയാതെ ഗ്യാസിനെ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇടുക്കിയിൽ നമുക്ക് അടിമാലി ബ്ലോക്കിൽ പ്രത്യേകിച്ച് കാണുവാൻ കഴിയുന്നത്. അതിനുള്ള അടിയന്തര നടപടി 2 ദിവസവും സ്വീകരിക്കാമെന്നാണ് അവിടുത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. 2 ദിവസവും വളരെ സീരിയസ് ആയ നടപടികൾ ഉണ്ടാകുമെന്നാണ് കളക്ടർ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളത് വിശ്വസിക്കുക. പ്രശ്നത്തിന്റെ ഗൗരവം ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്തിയെന്നും 2 ദിവസത്തിനകം ശാശ്വതമായ പരിഹാരം കണ്ടെത്താമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായും ജനപ്രതിനിധികൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ബിജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുളസിഭായ്, മെമ്പർമാരായ അൻസാരി ബാബു കൊന്നയ്ക്കൽ, ഉഷ രാമകൃഷ്ണൻ, അമ്പിളി സലീലൻ, ഷെർലി ജോർജ്, ഷീബ കോശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ വാർഡ് തല ശുചീകരണ പ്രവർത്തനം നടന്നു. കരിമ്പൻ ടൗണിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നേതൃത്വം നൽകി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും വാഴത്തോപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കരിമ്പൻ ടൗണിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു നീള അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാലിന്യം മാറിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു സങ്കുചിത ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, മഴക്കാലം വരുന്നതിന് തൊട്ടു മുൻപായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ 15 വാർഡുകളിലും നടത്തപ്പെടുകയാണ്. പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ നടത്തപ്പെടുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് അതുപോലെ തന്നെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ അത് ഒഴിവാക്കപ്പെടുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. നമ്മൾ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയും അതുപോലെ തന്നെ മറ്റ് മലിനീകരണം ഉണ്ടാകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക, അത് നമ്മളെല്ലാവരും കുടുംബശ്രീ പ്രവർത്തകരുടെയും മറ്റ് സമൂഹത്തിലെ നാനാതുറകളിലുള്ള ആളുകളുടെ എല്ലാ സഹായ സഹകരണത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറാരോഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പകർച്ചവ്യാധി രോഗങ്ങൾ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ എത്തപ്പെടാതിരിക്കുവാനായിട്ട് നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ സിബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജു, AD സെക്രട്ടറി രേണുക വാസുദേവൻ, MLSP അനുമോൾ മൈക്കിൾ, ബാബു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ, ഹരിതസേന പ്രവർത്തകർ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ എന്നിവരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓർമ്മത്തിളക്കങ്ങൾ പങ്കിട്ട് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ ഒരുമിച്ച് കൂടി. അതുല്യമായ സ്നേഹസംഗമമായി അത് മാറി. പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ 1971 ബാച്ചിലെ SSLC വിദ്യാർത്ഥികളുടെ സ്നേഹസംഗമമാണ് ഓർമ്മത്തിളക്കമായി മാറിയത്. പാറത്തോട് സെന്റ് ജോർജസ് ഹൈസ്കൂളിലെ 1971 ബാച്ചിലെ SSLC വിദ്യാർത്ഥികളുടെ സ്നേഹസംഗമം നടന്നു. വാർദ്ധക്യവും പ്രായവും വെറും അക്കങ്ങളാണെന്ന് തെളിയിച്ചുകൊണ്ട് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ ഒരുമിച്ചുകൂടി. കൗമാരത്തിൻ്റെ തിളങ്ങുന്ന ഓർമ്മകൾ അവർ പങ്കുവച്ചു. കഴിഞ്ഞ 5 വർഷമായി മുടങ്ങാതെ ഇവർ ഒത്തുചേരാറുണ്ട്. മൺമറിഞ്ഞുപോയ സഹപാഠികളെ അനുസ്മരിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലായി പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാൻ ഈ പാറത്തോട് സ്കൂളിലെ 3ാമത്തെ ബാച്ചിൽ പഠിച്ച കുട്ടിയാണ്. 1973 ആണ് ഞാനിവിടെ SSLC എഴുതിയത്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ റീയൂണിയൻ നടത്തുന്നു. തിരിച്ചു പറയട്ടെ, 5ാമത് ഈ റീയൂണിയന് നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ അഡ്മിനും ആയ MMSക്ക് അതുപോലെ തന്നെ തിരക്കുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഭാഗമാകാകുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ശ്രീ ബഹുമാനപ്പെട്ട ആന്റണി സാറും അതുപോലെ തന്നെ ഈ സ്റ്റേജിലും അതുപോലെ നമ്മുടെ ഹാളിൽ ഇരിക്കുന്ന നമ്മുടെ വ്യാപാരികളെ സുഹൃത്തുക്കൾ.
കഥകളും പാട്ടുകളും കളികളുമായി ഒരു ദിവസം അവർ പങ്കുവച്ചു. ഐസക് MM അധ്യക്ഷത വഹിച്ച യോഗം ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. ലിസമ്മ EJ, KD ശിവൻ, TT കുര്യാക്കോസ്, AL മത്തായി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. സ്റ്റുഡന്റ് സൈക്കോളജിസ്റ്റും അക്കാദമി മിഷനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ VGK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂളിലും SSLC പരീക്ഷയിൽ വിജയം നേടിയ കുട്ടികൾക്കും പ്രമുഖ വ്യക്തികൾക്കും പുരസ്കാരം നൽകി ആദരിച്ചു. ഉന്നത വിജയം നേടിയ മാലിക് ദിനാർ പബ്ലിക് സ്കൂളിന് അവാർഡും SSLC പരീക്ഷയിൽ വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പ്രമുഖ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റുഡന്റ് സൈക്കോളജിസ്റ്റും അക്കാദമിഷനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ VGK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുമ്പോൾ, ആ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിൽക്കുമ്പോൾ നമ്മൾ 10 മണിക്കൂർ പഠിക്കുന്ന നമുക്ക് തോന്നും നന്നായിട്ട് ഞാൻ പഠിച്ചു എന്ന് കുട്ടികൾ പറയും. ഞാൻ എൻ്റെ മാക്സിമം കഷ്ടപ്പെട്ടു എന്ന് പറയും. ആ കഷ്ടപ്പെടുമ്പോൾ 15 മണിക്കൂർ പഠിച്ചിരുന്ന ഒരു കുട്ടി വച്ചു നോക്കുമ്പോൾ അവർ 5 മണിക്കൂർ ഒരു ദിവസം പിന്നിലാണെങ്കിൽ ഒരാഴ്ചയാകുമ്പോൾ അവർ 35 മണിക്കൂർ പിന്നിലാകുന്നു. ഒരു മാസമാകുമ്പോൾ അവർ എത്ര മണിക്കൂർ പിന്നിലാകുന്നു. ഇതനുസരിച്ച് നമ്മളുടെ റിസൾട്ടിലും വ്യത്യാസം വരും. അപ്പം നിങ്ങളെല്ലാവരും, എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് സമയം യൂട്ടിലൈസ് ചെയ്യുക. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു അധ്യക്ഷനായി. ഈ വർഷവും മികച്ച വിജയം നേടിയ മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ, കോഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്, ആൽബം ഫെയിം ഷനീർ അലിയാർ, ഹംസ KA കൊട്ടാരം, AP റഹീം, നസീർ ഇറക്കൽ, റാണി മോട്ടോഴ്സ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ സജീബ് പരീദ്, സ്റ്റാർ ബീറ്റ്സ് ഡയറക്ടർ TA കൃഷ്ണൻകുട്ടി, കോതമംഗലം സെയിന്റിക് പവർ സിസ്റ്റം സ്ഥാപന ഉടമ EK രാജേഷ്, അലിയാർ മാഷ് മടത്തോത്ത് എന്നിവരെ അവാർഡുകൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ മാനേജർ KM മൊയ്തു മുഹമ്മദ്, ആക്ടിംഗ് സെക്രട്ടറി VM മുഹമ്മദ്, ട്രഷറർ PM കാസിം, പ്രിൻസിപ്പൽ VG റെജി, വൈസ് പ്രിൻസിപ്പൽ ധന്യ സന്തോഷ്, കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ, സെക്രട്ടറി KV ഉമാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. മാലിക് ദിനാർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി CH സിദ്ദിഖ് സ്വാഗതവും ആക്ടിംഗ് ചെയർമാൻ VM മുഹമ്മദ് നന്ദിയും പറഞ്ഞു. I would like to welcome Sri Nasir Irakal. Thank you, sir. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വടക്കേ ഇന്ത്യയുടെ ഭംഗിയും അപകട മേഖലകളും കണ്ടും അനുഭവിച്ചും തൊടുപുഴയിലെ LIC ഏജന്റുമാർ ഹിമാചലിലെ വഴികളും സ്ഥിരമായി ഇടിയുന്ന പ്രദേശങ്ങളും സാഹസികമായ യാത്രയാണ് അവർക്ക് സമ്മാനിച്ചത്. BBC ന്യൂസിനു വേണ്ടി ജോർജ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 28 പേര് 3 ദിവസമായി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ ഭാഗത്താണ്. തലസ്ഥാന നഗരിയിൽ ഇറങ്ങിയ ശേഷം നേരെ നമ്മൾ അമൃത്സറിലാണ് ഇറങ്ങിയത്. അമൃത്സറിലെ ഏറ്റവും സുവർണ ക്ഷേത്രം ഏവരെയും കോരിത്തിരിപ്പിക്കുന്നതായിരുന്നു. അതിനുശേഷം ചരിത്രം ഉറങ്ങുന്ന ജാലിയൻവാലാബാഗിലേക്ക് പോയി. കൂട്ടക്കൊല നടന്ന ഇന്ത്യയുടെ ദേശ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയ ആളുകളുടെ ആ വിയോഗം നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അത് ഇടവരുത്തിയിട്ടുണ്ട്. അതിനുശേഷം മ്യൂസിയം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജന പാർട്ടീഷൻ മ്യൂസിയം കണ്ടു. അതിനുശേഷമാണ് അട്ടാരിയിലേക്ക് നമ്മൾ പോയത്. അട്ടാരിയിൽ എന്നാണ് സംഭവിച്ചിട്ടുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും എത്രമാത്രം മെയ്വഴക്കത്തോടു കൂടിയാണ് രാജ്യത്തെ ജനങ്ങളെ കാണുന്നത്, സൈന്യം നമ്മൾ എത്രമാത്രം കരുതലോടെയാണ് കാണുന്നതെന്ന്
പതിനായിരക്കണക്കിന് ആളുകൾ, ഇന്ത്യയുടെ ആളുകൾ ദേശാഭിമാന ബോധത്തെ ഉണർത്തുന്ന തരത്തിൽ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് മണിക്കൂറോളം ക്യൂ നിന്ന് കട്ടാരിയിലെ ആ പ്രകടനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിർത്തി രക്ഷാസേനയുടെ ഫോഴ്സ് ഇന്ത്യയുടെ എത്ര ആത്മാവോട് ചേർന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ഡിഫറൻ്റായ ഒരു കാലാവസ്ഥയിലേക്കും ഒരു പ്രദേശത്തേക്കുമാണ് കടന്നു വന്നത്. ഇന്നലെ വൈകുന്നേരം പോകുന്ന വഴി, ഹിമാചലിലേക്ക് കടന്നു വന്ന വഴി ഏറ്റവും അപകടം പിടിച്ച, നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ അപ്പുറത്ത് കേരളത്തിലുണ്ടായതുപോലെ ടീച്ചേഴ്സിന് മരണപ്പെടാനിടയായ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാറ് വരികയും നിലംപതിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ട് ഉള്ളിൽ ഭയപ്പാടും ദൈവചിന്തയോടും കൂടിയുമാണ് 28 ആളുകളും കടന്നു വന്നത്. അതിനുശേഷമാണ് മണ്ണൊലിപ്പം മൂലം ഒരു ദുരന്ത ഭൂമിയായി മാറിയ ഹിമാചലിലെ ഈ മണാലി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏറെ നേരം ചെലവഴിച്ചത്. -15 സ്ഥലത്ത് ഇപ്പോൾ ഏപ്രിൽ അവസാനിക്കാറായിട്ട് പോലും -2, 3 തണുപ്പ് നേരിടുന്ന പ്രദേശത്ത് മണിക്കൂറുകൾ ചെലവഴിക്കാനും നമ്മോടൊപ്പം അധിവസിക്കുന്ന ജനത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാനും ഹൃദയഭൂമിയിൽ, ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ആയിരിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒരു പക്ഷേ ഭാഗ്യമാണ്. ഹിമാചൽ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭൂപടത്തിൽ എത്ര നാൾ ഉണ്ടാവും, ഒരു 5 വർഷത്തിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അത്തരത്തിലാണ് ഭൂമി മുഴുവൻ ഒഴുകി പോകുന്നത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ ഏറ്റുവാങ്ങുന്ന, നമുക്ക് ഇടുക്കിയിലും കേരളത്തിലുമൊക്കെ അത് ഒരു വലിയ വാർത്തയല്ലെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ ഹിമാചലിൽ നിന്ന് നിരന്തരമായി ഉണ്ടാകുന്നത്. അതിപ്പോഴെങ്കിലും കാണാൻ പറ്റിയത് നമുക്ക് നല്ലൊരു കാര്യമാണ്. അത് എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കാനും വരും വർഷങ്ങളിൽ ഈ ഹിമാചൽ അടക്കമുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ അടക്കം മുകളിലേക്ക് ആളുകൾ യാത്ര ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു അവസരം പ്രദാനം ചെയ്യാൻ ഇത് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. ക്യാമറാമാൻ ശ്രീ രാജീവിനോടൊപ്പം BBC ന്യൂസിന് വേണ്ടി ഗവർണർ. അരിക്കുഴ പാറക്കടവിലുള്ള കനാലക്കുടേറ്റിൽ പാമ്പ് വളർത്തൽ കേന്ദ്രം തുടങ്ങി ഇറിഗേഷൻ വകുപ്പ്. നിരവധി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും ജനങ്ങൾ പ്രഭാത സവാരി നടത്തുന്ന വഴിയിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. കൂടാതെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വരുന്ന പാമ്പുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. അധികൃതർക്ക് അന്ധത ബാധിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഇത്രയും അധപതിച്ചോ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. നിരവധി ആളുകൾ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കനാൽ വെള്ളത്തിൽ കുപ്പികളടക്കം മറ്റ് അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. അരിക്കുഴ പാറക്കടവ് അക്വഡേറ്റിൽ വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയ നിലയിലാണ്. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. തൊടുപുഴ രാമമംഗലം റോഡിൽ മണക്കാട് ആൽപ്പാറ അരിക്കുഴ വഴിയിൽ വാഹനാപകടം തുടർക്കഥയാകുന്നു. മരണം വരെ സംഭവിച്ച സാഹചര്യമുണ്ടായി. അമിത വേഗത അപകടങ്ങൾക്ക് കാരണമാകുന്നു. കൂടാതെ വഴിയിൽ പലയിടത്തും എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മറയ്ക്കുന്ന രീതിയിൽ കാട് മൂടിയ നിലയിലാണ്. വേണ്ടത്ര അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി ഖാദി വസ്ത്രങ്ങൾ വിപണിയിലെത്തിച്ച്
ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്. മെയ് മാസത്തിൽ 30% വിലക്കുറവിൽ ഖാദി തുണിത്തരങ്ങൾ ലഭ്യമാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായ മെഡിസെപ്പ് പദ്ധതി പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനി. തൊടുപുഴ നഗരസഭ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. വെങ്ങല്ലൂർ ഷാപ്പുംപടിയിൽ വെച്ച് നടന്ന ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ അടിമാലി മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. 2.5 മാസമായി തുടരുന്ന പ്രതിസന്ധിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ വാർഡ് തല ശുചീകരണ പ്രവർത്തനം നടന്നു. കരിമ്പൻ ടൗണിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.